ഇനി കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ പിടിയിലായ പുലിയെ തുറന്നുവിട്ടു. ഇന്ന് പുലർച്ചെയാണ് തുറന്നുവിട്ടത്. മലബാർ സാങ്ച്വറിയിലെ ഉൾവനത്തിലാണ് പുലിയെ തുറന്നുവിട്ടത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇന്നലെ ഈ പുലിയെ കൂട്ടിലെ കിണിയിൽ വീണപ്പോഴേക്കും ഒരു ആശ്വാസമൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെ തുറന്ന് വിട്ടു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരാശങ്ക ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മലബാർ സാങ്ച്വറിയിലെ ഉൾവനത്തിലേക്കാണ് പുലിയെ തുറന്നുവിട്ടത്. എന്നാലും ആ ഭീതി ഒഴിയുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, മാസങ്ങളായി ഈ കൂടരഞ്ഞി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഭീതി പടർത്തിയിരുന്ന പുലിയാണ് മിനിയാന്ന് വെള്ളിയാഴ്ച രാത്രിയോടുകൂടി പിടിയിലായത്. ശനിയാഴ്ച രാവിലെ 9-10 മണിയോടുകൂടി വനം വകുപ്പ് RRT സംഘം നടത്തിയ പരീക്ഷണത്തിലാണ് പുലി അകപ്പെട്ടതായി കാണുന്നത്. വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നത് പുലിയാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെ ജനുവരി 4-നായിരുന്നു ഇത്തരത്തിൽ പുലിയെ പിടികൂടാൻ വേണ്ടി കെണി സ്ഥാപിച്ചത്. പട്ടിയെയായിരുന്നു പുലിക്ക് ഭക്ഷണമായി കൂടിനകത്ത് സ്ഥാപിച്ചത്. ഒട്ടേറെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലി മുൻപ് പലരും നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ഇറങ്ങി പരിഭ്രാന്തി പടർത്തിയ പുലിയാണ് എന്തായാലും പിടിയിലായത്. ഈ പുലിയെ കൊല്ലണമെന്ന ആവശ്യവുമൊക്കെ ആയിട്ട് നാട്ടുകാരൊക്കെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ സാങ്കേതികവും നിയമപരമായ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് സാധ്യമല്ല എന്ന് വനപാലകരും വനം വകുപ്പും നിലപാടെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചെ കൂടരഞ്ഞി തന്നെയുള്ള മലബാർ സാങ്ച്വറിയിലെ ഉൾവനത്തിലേക്ക് പുലിയെ തുറന്നുവിട്ടുള്ളത്. അത് തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ താമരശ്ശേരി സെക്ഷന് കീഴിലുള്ള ഈ പ്രദേശത്ത് പുലി എത്തുകയും അതിന്റെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആരോഗ്യ പരിശോധനയിൽ പുലിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരുപാട് നാളുകളായിട്ട് കാട്ടുപോത്തിന്റെ ഈ പുലിയുടെ ശല്യം കൂടരഞ്ഞിയിലെ വിവിധ മേഖലകളിലുണ്ട്. കഴിഞ്ഞ വർഷം കാട്ടുപോത്തിന് ഒരു കർഷകർ ഉൾപ്പെടെ ആൾ മരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ വനമേഖലയോട് ചേർന്ന മേഖലയാണ് ഈ കൂടരഞ്ഞി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം അടിക്കടി ഉണ്ടാവുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനാൽ തന്നെ നാട്ടുകാരുടെ ഭീതി ഒഴിയുന്നില്ല. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് ഒരു വിലങ്ങുതടിയായിരുന്ന പുലിയെ പിടികൂടുകയും ഉൾവനത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ആശ്വാസം നൽകുന്ന കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തന്നെയാണ് കൂടരഞ്ഞിയിൽ കൂട്ടിലകപ്പെട്ട പുലിയാണ് കാടിനുള്ളിലേക്ക് തുറന്നുവിട്ടത്.